അപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ അവർ കൊലപാതകം രാഷ്ട്രീയം തൽക്കാലം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് CPM കൊലപാതകത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക. അല്ലാണ്ട് കൊലപാതക രാഷ്ട്രീയത്തോടുള്ള അലർജി കൊണ്ടോ കൊലപാതക രാഷ്ട്രീയത്തോടുള്ള തങ്ങളുടെ വിമുഖത കൊണ്ടോ അല്ല. P ചന്ദ്രശേഖരൻ കേസിലെ മാസ്റ്റർ ബ്രെയിൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നിഷ്ഠൂരമായ ഈ കൊലപാതകം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർക്ക് യഥാർത്ഥ പങ്കുള്ള വ്യക്തിയാണ്. സംശയത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് മാത്രം കോടതിയിൽ നിന്ന് വിട്ടുപോയതാണ്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞ രമയുടെ നീക്കത്തെ ഞങ്ങൾ സർവാത്മന പിന്തുണയ്ക്കുന്നു. കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ പൈശാചികമായ പാർട്ടി തലത്തിൽ നടന്ന ഒരു ആസൂത്രിത കൊലപാതകമാണ് TP ചന്ദ്രശേഖരൻ്റേത്. ആ കൊലപാതകത്തെ വഴിതിരിച്ചു വിടാൻ മാർക്സിസ്റ്റ് പാർട്ടി ബോധപൂർവമായ ധാരാളം ഇടപെടലുകൾ നടത്തുകയുണ്ടായി. കൂത്തുപറമ്പ് പാർട്ടി ഓഫീസിലെ സെക്രട്ടറി ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വടകര പോലീസ് സ്റ്റേഷനിൽ ഇന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നടത്തിയ നാടകം എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അങ്ങനെയാണ് അന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചു കൊണ്ടുപോയത്. ഒരുപക്ഷെ ആ ബാബുവിനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ശരിയായ തെളിവുകൾ പുറത്തു വന്നേനെ. ഇപ്പോഴും TP ചന്ദ്രശേഖരൻ കേസിലെ മുഴുവൻ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ പ്രതികൾ പൂർണ്ണമായ നിയമം വിധിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി M. E. ഗോവിന്ദൻ മാസ്റ്റർ ഈ വിധിയെ സ്വാഗതം ചെയ്തത് തന്നെ ഈ കേസിൽ അവർക്കുള്ള പങ്ക് വ്യക്തമാക്കുകയാണ്. രണ്ട് പ്രതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ശിക്ഷ വിധിക്കാൻ പോകുന്ന ഈ കേസ് സ്വാഗതാർഹമാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ തന്നെ പാർട്ടി ആ കുറ്റം ഏറ്റെടുക്കുന്നതായി ബോധ്യപ്പെടുകയാണ്. ഇതുവരെ CPM പറഞ്ഞുകൊണ്ടിരുന്നത് TP ചന്ദ്രശേഖരൻ കേസിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ്. എന്നാൽ ഏറ്റവും അവസാനം രണ്ട് പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ കൂടി പ്രതി ചേർക്കുക വഴി CPMൻ്റെ പങ്ക് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനിയെങ്കിലും CPMന് രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ ഈ കേസിൽ തങ്ങൾക്കുള്ള പങ്ക് വ്യക്തമാക്കുകയാണ് വേണ്ടത്. മോഹനൻ മാസ്റ്ററെ വിട്ടയച്ചത് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്തുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ KK രമ MLA ഉൾപ്പെടെയുള്ളവർ അവരുടെ പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തതിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ്റെ അറിവ് സമ്മതത്തോടു കൂടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ അത്തരമൊരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പാർട്ടിക്ക് സാധ്യമല്ല. ഇതേത് കൊച്ചുകുട്ടിക്കും അറിയുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുകയും അവരെ കൊലക്കത്തിക്കിരയാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം ഈ കേസോടുകൂടിയെങ്കിലും CPM അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. വാസ്തവത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ
കൊലപാതകങ്ങൾ നടത്തുകയും കൊലപാതകികളെ പിന്തുണയ്ക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് CPM-നുള്ളത്. അത് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെയും വലിയ തോതിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ അവർ കൊലപാതകം രാഷ്ട്രീയം തൽക്കാലം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് CPM കൊലപാതകത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക. അല്ലാണ്ട് കൊലപാതക രാഷ്ട്രീയത്തോടുള്ള അലർജി കൊണ്ടോ കൊലപാതക രാഷ്ട്രീയത്തോടുള്ള തങ്ങളുടെ വിമുഖത കൊണ്ടോ അല്ല. തങ്ങൾ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥ കുറ്റവാളികളും യഥാർത്ഥ അക്രമകാരികളും ഭരണത്തിൽ വന്നതോടുകൂടി താൽക്കാലികമായി കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം ഇല്ലാതായിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വലിയ താക്കീതാണ് TP ചന്ദ്രശേഖരൻ കേസിൻ്റെ വിധി. അപ്പോൾ പൂർണ്ണമായും ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായ ആളുകളെ ഇനിയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതാണ് കേരളം കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിയമ പോരാട്ടങ്ങളും ആരംഭിക്കും. KK രമയ്ക്ക് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും.